പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മോഹിനി അശോകൻ. ക്രിസ്തീയ വന്ദനം ഒരു പാട്ട് പാടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ, ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ, ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവെ സ്തുതി മനമേ, ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവെ സ്തുതി മനമേ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഒരു സദൃശ്യവാക്യം 16 2 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ ജീവിതാനുഭവത്തോട് ഉള്ള ഒരു വചനമാണ്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു കാര്യവുമില്ലാതെ എതിലേ പോയാലും എങ്ങനെ പോയാലും അത് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ആദിപിതാക്കന്മാർക്കും ആദിയിൽ വിശ്വാസത്തിൽ വന്ന ദൈവഭക്തന്മാർക്കും ദൈവദാസിമാർക്കും ദൈവദാസന്മാർക്കും ആദിയിൽ മാത്രമല്ല ഇപ്പോഴുള്ളവർക്കും ദൈവത്തിൻ്റെ വചനം പറയുന്ന ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പീഡവും കഷ്ടവും ഉണ്ട്. അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് അനുഭവിക്കുന്നു. പലപ്പോഴും അത് മാനസികമായിട്ടൊരു വേദന എൻ്റെ ഹൃദയത്തിലുണ്ടാക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സത്യമായി തിരുവചനമെടുത്ത സത്യമായി വചനം ഘോഷിക്കുന്ന ഈ വിശുദ്ധിയിൽ വലിയവനായ ദൈവത്തിൻ്റെ ഈ പെട്ടകം എടുത്ത ഈ ഒരു ദൈവത്തിന് കഷ്ടമോ ഭാരമോ ഈ നിന്നയും ഈ ചുറ്റും നിന്നുള്ള ഒരു കുത്തും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏൽക്കുമ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് അതിഭയങ്കരമായ വേദനയുണ്ടാകും. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആ കരം നമ്മളെ താങ്ങുന്നത് ഓർക്കുമ്പം ദൈവത്തിന് നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളായിട്ട് പല കാരണത്താൽ ചില വേദനകൾ ചില സഹോദരങ്ങൾ നിമിത്തം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അല്ല, ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നില്ല. എൻ്റെ ഇത് വോയിസ് കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും ഇതാർക്കാണെന്നുള്ളത് അവനവൻ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു, സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു. അവിടെ നിന്നാണ് തുടക്കം ഇങ്ങോട്ട്. ഹല്ലേലൂയ. ആമേൻ. 28 വാക്യം ഇങ്ങനെ പറയുന്നു, സദൃശ്യം 16 വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു, സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിച്ച് കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു, കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു, വപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. ചില ദൈവമക്കളെ കാണുമ്പം, അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്ന ദൈവജനത്തെ കാണുമ്പം, അല്ലെങ്കിൽ തിരുവചനം ഘോഷിക്കുന്ന ദൈവമക്കളെ കാണുമ്പം ചിലർക്കുണ്ടാകുന്ന അതിന് പുതിയ ഭാഷയിൽ പല പേരുകളുണ്ട്. അതൊന്നും പറയാൻ ഒരു ദൈവവേദന ഇതില്ല, ഞാനത് പറയുന്നതുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളോട് കർത്താവ് പറഞ്ഞതിൻ്റെ മുഖാന്തരം തിരുവചനം പറയുന്നു. അത് തന്നെയല്ല, മറ്റാരുടെയും ഒരു പ്രേരണ കൊണ്ടല്ലല്ലോ ഈ തിരുവചനം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അമേരിക്കൻ പണമോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയും പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിട്ടി, ഞങ്ങൾ ദേശങ്ങളിൽ നിങ്ങൾക്കൊക്കെ ഒരു ശത്രുവായിട്ട് ഞങ്ങളെ കാണത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെയ്യുന്നതുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എന്നെ ഇത്രത്തോളം ദേഷിക്കുന്ന, എന്നെ വെറുക്കുന്ന, എന്നെ പകയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെൻ്റെ സഹോദരങ്ങളാണ്. ദൈവവചനം പറയുന്നു, ആമേൻ, എൻ്റെ രക്തത്തിന് രക്തവും എൻ്റെ മാംസത്തിന് മാംസമാണ് നിങ്ങൾ. അതെനിക്ക് ജാതിയില്ല. മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഇനി പേര് കണ്ട് ക്രിസ്ത്യാനി എന്നോ എനിക്കൊരു നോട്ടവും ഇല്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിച്ചതുപോലെ മാനുഷികമായിട്ട് നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഈ ദേശക്കാർക്ക്, എന്നെ കേൾക്കുന്ന ചിലർക്കൊക്കെ അറിയാം,
എങ്ങനെയായിരുന്നു എൻ്റെ സ്വഭാവം എന്ന്. ഇന്നത് ഞാൻ താത്തു വച്ചിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തോളമായി. അതിൽ 20, 21, 22 വർഷമായി എൻ്റെ കർത്താവിനെ അറിഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉള്ളത്തോട് ദൈവം തമ്പുരാൻ പൂർണ്ണമായി സംസാരിക്കുന്നത് കാരണം ഒരു മനുഷ്യരോടും വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാനോ ആരെയും ദുഃഖിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഞാൻ ആളല്ല. ഞാനായിരുന്ന ഇടങ്ങളിൽ നിന്ന് ഞാൻ ഏതാണ്ട് സകലവും സമർപ്പിച്ച് എല്ലാം ദൈവസന്നിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടാത്ത എനിക്കിഷ്ടമില്ലാത്ത എല്ലാം ഉപേക്ഷിച്ച് ഈ സത്യദൈവത്തെ അറിഞ്ഞിറങ്ങിയത് എങ്ങനെയും വല്ല വിധേനയും എൻ്റെ കർത്താവിൻ്റെ രാജ്യം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടെ. ഒന്ന് ഞാൻ പറയാം നിങ്ങളോട്, ഏക സത്യ നിത്യ ദൈവം യേശു ക്രിസ്തുവാണ്. ഇനി നിങ്ങളെന്നെ എന്ത് ചെയ്താലും, നിങ്ങളെന്നെ എത്ര ദ്വേഷിച്ചാലും, നിങ്ങൾ കൂട്ടമായിട്ടിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സംസാരത്തിൽ എൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കും. പക്ഷേ എൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പകച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ ഒരു ദോഷവും ചെയ്യാൻ സർവശക്തനായ ദൈവം, അത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവാണ് ഞങ്ങളുടെ കാവലും പരിപാലകനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് വരാറായി. യേശു ജീവിക്കുന്നു. യേശുവാണ് ഏക സത്യനിത്യ ദൈവം. ആമേൻ. ആ ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് യാതൊരു ദുഃഖവുമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരെയും നിറയ്ക്കട്ടെ. സർവശക്തൻ സഹായിക്കട്ടെ. രാവിലെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ വാർഡ് മെമ്പറായിരിക്കുന്ന മിനി മെമ്പറെ വിളിക്കാൻ തക്കവണ്ണോടെയായി. ദൈവദാസിയോടുള്ള നന്ദിയും സ്നേഹത്തെയൊക്കെ ആയിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ പ്രത്യേകം ഞാൻ പറയുകയാണ്. പ്രഭാതയാമം മുതൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ദൈവജനത്തെ ഉണർത്തുമ്പം ഭരണാധികാരികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിമാർ, പ്രധാനമന്ത്രി, ഉപമന്ത്രിമാർ, അത് പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല. വചനമെടുത്തവർക്ക് ഇതൊന്നും ആരെയും പാർട്ടി നോക്കിയൊന്നും എല്ലാവരും പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത്. നിങ്ങളോടൊക്കെയുള്ള സ്നേഹത്തിൽ പറയുകയാണ്, ഒരു ദോഷവും ചെയ്യാതെ ഈ ജീവൻ്റെ പുസ്തകത്തെ, ഈ ജീവനാഥനെ പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങളോട് നിങ്ങൾക്ക് തോന്നുന്ന ഇതുണ്ടല്ലോ, അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, പണ്ടുകാലം തൊട്ടേ തുടങ്ങിയതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരൊക്കെ ഇതിൽ നിമിത്തം അനുഭവിച്ച പീഡകളും കഷ്ടങ്ങളുമൊക്കെ. പക്ഷെ അത്രയൊക്കെ അനുഭവിക്കാനുള്ള ആ ഒരിത് ഇല്ല. എന്നാലും ദൈവം തമ്പുരാൻ്റെ കൃപയിൽ പറയുകയാണ്, സർവശക്തനായ ദൈവം ജീവിക്കുന്നു. യേശു വരാറായി. യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എന്നെ രക്ഷിച്ച ദൈവം, എന്നെ നിത്യരാജ്യത്തിന് അവകാശിയാക്കിയ ദൈവം ജീവിക്കുന്നു. കർത്താവ് വരാറായി, വേഗം ഒരുങ്ങിക്കൂ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വരാറായി, വേഗം ഒരുങ്ങിക്കൂ. യേശു വരാറായി. ആമേൻ. ഇന്ന് പകരം മോഹിനി പറയത്തില്ലായിരിക്കും, മോഹിനിയോട് എന്തെങ്കിലും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമെടുത്ത ദൈവഭക്തന്മാർക്ക് നേരെ നിങ്ങൾ വാളോങ്ങുമ്പം, നിങ്ങൾ കയ്യോങ്ങുമ്പം, നിങ്ങൾ അടിക്കുമ്പം, നിങ്ങൾ മദ്യപിച്ചവൻ്റെ വീട്ടിൽ അവരുടെ ദൈവവും മക്കളുടെ ഭവനത്തിൽ കയറി ആക്രമിക്കുമ്പം, അല്ലെങ്കിൽ തിരുവചനവുമായിട്ട് ഇറങ്ങുമ്പം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പം ഞങ്ങൾ പ്രതികരിക്കത്തില്ല. പക്ഷേ സർവശക്തനായി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് കിട്ടാൻ പോകുന്ന സത്യം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഇടയർച്ച വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇടർച്ച ഉണ്ടാക്കുന്നവന്, അതായത് വഴക്കുണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. ആ കഷ്ടത്തിൽ നിന്ന് വിട്ട് യേശുവിൻ്റെ സ്നേഹമെന്തെന്ന് മനസ്സിലാക്കി ദൈവരാജ്യത്തിന് വേണ്ടി കടന്നു വരുവാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സർവശക്തൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ യേശു സ്നേഹമാണ്. യേശുവാണ് രക്ഷകൻ. യേശു അല്ലാതെ എല്ലാവരും രക്ഷകൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ.